സ്വാതന്ത്ര്യ സമരത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ഏടുകളിലൊന്ന്. അലി സഹോദരന്മാരെന്നറിയപ്പെട്ടിരുന്ന മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും, രണ്ട് മുസ്ലിം പണ്ഡിതന്മാർ. അവർ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരമാവധി ശബ്ദിക്കുകയും അതിനുവേണ്ടി ആളുകൾ പ്രചോദിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്ന ആളുകളാണ്. മൗലാന മുഹമ്മദ് അലിയുടെ വളരെ പ്രസിദ്ധമായ ഒരു വർത്തമാനമുണ്ട്. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായി വട്ടമേശ സമ്മേളനം നടക്കുന്ന സമയത്ത് മിസ്റ്റർ പ്രസിഡന്റ് എന്ന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിനെ ഒന്നും ആ രൂപത്തിൽ അന്ന് ഒരു ഇന്ത്യക്കാരൻ അഭിസംബോധന ചെയ്യില്ല. മിസ്റ്റർ പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട് പറഞ്ഞത്, നിങ്ങൾ ഒന്നുകിൽ എൻ്റെ നാടിനെ സ്വാതന്ത്ര്യം തരണം, അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യമുള്ള മണ്ണിൽ അഥവാ ബ്രിട്ടനിൽ എനിക്കൊരു 6 അടി മണ്ണ് തരണം. കാരണം എനിക്ക് സ്വാതന്ത്ര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ജീവവായുവെ പോലെയാണ്. സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ ഒരു 6 അടി മണ്ണ് തരണം, നിങ്ങൾക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാൻ തയ്യാറില്ലെങ്കിൽ എന്ന വാക്ക് ഒരു വ്യക്തിപരമായ വർത്തമാനമല്ല. അന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നേതാവാണ് മൗലാന മുഹമ്മദ് അലി. ആ മൗലാന മുഹമ്മദ് അലി ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിച്ചതിൻ്റെ ആ മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യബോധത്തെയും രാഷ്ട്രബോധത്തെയും വ്യക്തമാക്കുന്നതാണ് മുഹമ്മദ് അലിയുടെ വർത്തമാനം. അതുകൊണ്ട് തന്നെ അദ്ദേഹം മരണപ്പെട്ട സന്ദർഭത്തിൽ ഇങ്ങോട്ട് മയ്യത്ത് കൊണ്ടുവന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ അടക്കുകയാണ് ചെയ്തത്. ബ്രിട്ടനിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ അദ്ദേഹം മരണപ്പെട്ട സന്ദർഭത്തിൽ കൊണ്ടുവന്ന് അടക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അന്നത്തെ ഒരവസ്ഥയിൽ സ്വാതന്ത്ര്യമുള്ള മണ്ണിൽ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനിക്കാവുന്ന മണ്ണിൽ തന്നെ അദ്ദേഹത്തിന് അന്ത്യവിശ്രമത്തിനുള്ള സ്ഥലം കിട്ടി എന്നുള്ളതാണ് ഈ സ്ഥലം കാണുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യക്കാരെന്നുള്ള നിലക്ക് നമ്മളൊരിക്കലും ഇന്ത്യ എന്ന രാഷ്ട്രം നമ്മുടേതാണ് എന്നും നമ്മളെ ആര് തന്നെ നിങ്ങളുടേതല്ല ഇന്ത്യ എന്ന് പറഞ്ഞാലും നമ്മുടെ പൂർവ്വപിതാക്കളടക്കം ത്യാഗം സഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരു മഹത്തായ രാഷ്ട്ര സംവിധാനമാണ് ഇന്ത്യ രാജ്യം എന്നും ആ രാജ്യത്തിൻ്റെ അവിഭാജ്യമായ ഭാഗമാണ് നമ്മൾ എന്നുമുള്ള ബോധം നമ്മളിൽ ഉണ്ടാക്കാൻ മൗലാന മുഹമ്മദ് അലിയുടെ ഈ ഖബറിടം സന്ദർശനം നമുക്ക് പ്രചോദനമാകേണ്ടതാണ്.